ഇന്നത്തെ ചോദ്യം ഇതാ, ചിത്രത്തിൽ കാണുന്ന ഈ കുട്ടിക്ക് എന്തോരം പ്രായമുണ്ട്? ഈ കുട്ടിക്കല്ല, ഈ കുട്ടിക്ക്. ദയവായി വേഗം പറയണം, മണിക്കുട്ടി ഓടി തളരുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്ന ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ പ്രായത്തിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. അതായത് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. ഈ കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 9 വയസ്സാണ്. അതെ, നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ കുട്ടിക്ക് ഏകദേശം ജനിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പ്രകൃതിയാണ്. പക്ഷെ ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ്. നമുക്കറിയാം ഒരുപാട് മ്യൂട്ടേഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അതായത് പുതിയ കുട്ടികൾ ജനിക്കാൻ നേരത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വികൃതമായ രൂപങ്ങളാകാറുള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ശാരീരിക വൈകല്യങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട്. നോർമൽ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തരാകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ലോകത്തുണ്ട്. എന്നാൽ ഇത് റെയറസ്റ്റിൽ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിന് ഇപ്പോഴും ഡോക്ടർമാർക്ക് ഒരു നല്ല നിർവചനം നൽകാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. ഏകദേശം 4-5 വർഷം കൊണ്ടാണ് ഈ കുട്ടിക്ക് 1 വയസ്സിന്റെ ശാരീരികമായും മാനസികമായുമുള്ള ഓരോരോ വളർച്ച ഉണ്ടാവുന്നത്. പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല. ഈ കുട്ടിയുടെ പേരാണ് ഗാബി വില്യംസ്. She still has skin like a baby type skin. If you feel her skin, it's still super soft. അമേരിക്കയിലെ ജോണിന്റെയും മേരി മാർഗരറ്റിന്റെയും 5 കുട്ടികളിൽ 2ാമത്തെ കുട്ടിയായിട്ടാണ് നമ്മുടെ കഥാനായിക ജനിക്കുന്നത്. എന്നാൽ പിന്നീട് ഉണ്ടായത് വേറൊന്നുമല്ല, ഇളയവരായിട്ടുള്ള സഹോദരങ്ങളെല്ലാം പെരിയവരായി എന്നുള്ള വാസ്തവം. വളരെ സ്ലോ ആയിട്ടാണ് ഈ കുട്ടിയുടെ പ്രായം കൂടുന്നത്. നിങ്ങളിത് ഉണ്ടാക്കിയ അത്ഭുതം ഡോക്ടർമാരിലും സയന്റിസ്റ്റുകളിലും ഉണ്ടാക്കി. കൂടുതൽ റിസർച്ചും നടത്താൻ പ്രേരിതമായി. നവജാത ശിശുവായിരുന്ന ഗാബിക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹാർട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നീട് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കാഴ്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ശേഷിക്കുറവ്. മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടുകൊണ്ടായിരുന്നു കുറെ നാൾ ഗാബി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഗാബിയുടെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ്, ഗാബിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. നവജാത ശിശുക്കൾ കരയുന്നത് പോലെയുള്ള കരച്ചിൽ മാത്രമേ ഇവൾക്ക് സ്വായത്തമായതായി ഉള്ളൂ. അതേപോലെ തന്നെ ഇവളുടെ സ്കിന്നും ജനിച്ച ശിശുക്കളെ പോലെ തന്നെയുള്ള സ്കിന്നാണ്, വളരെ സോഫ്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേരി മാർഗരറ്റ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായിരുന്നു. ഈ കുട്ടിയെ കുറിച്ച് പുറം ലോകം അറിയുന്നത് TLC ചാനലിന്റെ മൈ 40-year-old ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ഗാബിയെ സ്റ്റഡി ചെയ്യാൻ റിച്ചാർഡ് എഫ് വാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒക്കെ വരികയാണ്. സയന്റിസ്റ്റുമാരുടെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയെ നമുക്ക് ഗുണപ്രദമായ രീതിയിൽ മാറ്റാം. അതായത് ഗാബിയെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. എങ്ങനെ നമ്മുടെ ജീവിത ദൈർഘ്യം കൂട്ടാം, മനുഷ്യരുടെ ജീവിതം 100 വർഷത്തിൽ നിന്ന് മാറി 400 വർഷം, അതല്ലെങ്കിൽ ജീവിതം എല്ലാം ഒരു പ്രായത്തിലെത്തി ഇങ്ങനെ ഹോൾട്ട് ചെയ്യുക, ഇങ്ങനെ നിർത്തിവെക്കുക, അതായത് ആ പ്രായത്തിൽ തന്നെ കുറെ നാൾ തുടരുക എന്നുള്ള ഓരോരോ പുതിയ പുതിയ വളരെയധികം അത്ഭുതകരമായി തോന്നുന്ന മനുഷ്യന്റെ സ്വപ്നങ്ങളായി കുറെ നാൾ കിടന്നിരുന്ന ഈ കൗതുകങ്ങൾ ഉണരുകയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഗാബി ഒറ്റയ്ക്കല്ല, ഇതേപോലെ വേറെയും ചില കുട്ടികളെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ബ്രൂക്ക് മിഗാൻ എന്ന് പറയുന്ന 20 വയസ്സായപ്പോഴത്തേക്കും 1 വർഷം മാത്രം മെന്റൽ ഗ്രോത്തും, അതേപോലെ തന്നെ നടക്കാൻ പറ്റില്ല, ചെവി കേൾക്കില്ല, അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. 20ാം വയസ്സിൽ ആ കുട്ടി മരണമടയുകയാണ്. കാരണം ശ്വാസസംബന്ധമായ ഒരു അസുഖം കാരണം മരണമടയുകയാണ്. അതേപോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു നമ്മൾ ചരിത്രത്തിന്റെ താളുകൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള അവസ്ഥയിലൂടെ പോയത്. എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് മാത്രം. I'm 22 years old, but my height is 3 feet 10 inches and my weight is around 50 pounds. I live life trapped in the body of an 8-year-old. പക്ഷെ ഇവിടെയാണ് എല്ലാത്തിനും ഒരു ട്വിസ്റ്റ് വരുന്നത്. വാസ്തവത്തിൽ ഞാൻ ഈ പറഞ്ഞ ഡാറ്റ മൊത്തം, ഈ ഗാബിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം 9 വർഷം പഴയതാണ്. 9 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 2024 കാര്യം നോക്കുകയാണെങ്കിൽ ഗാബിക്ക് 18 വയസ്സാവേണ്ടതാണ്. പക്ഷെ നെറ്റിൽ തലങ്ങും വിലങ്ങും സെർച്ച് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല ഗാബിയുടെ പുതിയ കാര്യത്തെ കുറിച്ച്. ആ 9 വയസ്സുള്ള കുട്ടിയുടെ കാര്യം അത് തന്നെയാണ് യൂട്യൂബിലും നെറ്റിലും എല്ലാം ഉള്ളത്. വേറെ ഗാബി വില്യംസ് എന്ന് അടിച്ച ഒളിമ്പിക് പ്ലെയർ ഗാബി വില്യംസിനെ കുറിച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ കുട്ടിയെ കുറിച്ചുള്ള ഒരു ഡാറ്റയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതെന്നിൽ കൗതുകം ഉണർത്തി.
ഞാൻ റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ വീണ്ടും സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം ഒരുപാട് പോയി ചെന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. പിന്നീടാണ് നമ്മുടെ ഗാബിയുടെ മാതാവായ മേരി മാർഗരറ്റിന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ കാണുന്നത്. ആ ഫേസ്ബുക്ക് പേജിൽ ഞാൻ നോക്കുകയാണ്. അപ്പൊ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 2022-ലും 2020-ലുള്ള പോസ്റ്റ് ഞാൻ കണ്ടു. അതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഗാബിയുടെ ഫോട്ടോ. അതായത് നമുക്ക് അവരുടെ ഫാമിലി ഫോട്ടോയിൽ കാണാം ബാക്കിയുള്ള കുട്ടികളെല്ലാം വളരെ വലുതായി വളർന്ന്. എന്നാൽ ഗാബി ഇപ്പോഴും അതേ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴും ആ കുട്ടിയെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റകൾ വരുന്നില്ല, ഒരുപാട് ന്യൂസുകൾ വരുന്നില്ല? അന്നത്തെ ആ 9 വർഷം മുമ്പുള്ള 2014 കാര്യം, ആ കാര്യം തന്നെയാണ് ഇപ്പോഴും നെറ്റിൽ നിൽക്കുന്നത്. പുതിയതായിട്ടൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ഒരു അനുമാനമാണ് ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം. കാരണം ഗാബി വില്യംസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷൻ തന്നെയാണത്. അത് ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു മെഡിക്കൽ കണ്ടീഷൻ തന്നെയാണ്. എന്നാൽ അതും അതേപോലെ തന്നെ ജീവിത ദൈർഘ്യം കൂട്ടുക എന്നുള്ള കാര്യമായിട്ടുള്ള കണക്ഷൻ അതിന് പ്രശ്നമുണ്ട്. അത് കാരണം തന്നെയാവാം പിന്നെ അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളൊന്നും വരാതിരുന്നത്, പിന്നെ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ലെറ്ററോ ആർട്ടിക്കിളോ ഒന്നും വരാതിരുന്നത് തന്നെ. ഇത്തരം കണ്ടീഷനുള്ള നേരത്തെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അതായത് നടക്കാൻ പറ്റൂല, അതേപോലെ തന്നെ ചെവി കേൾക്കൂല, കണ്ണ് കാണൂല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അത് വേറെ നമ്മൾ സാധാ കാണുന്ന വേറുള്ള അവസ്ഥകൾ പോലെ തന്നെയുള്ള ഒരു അവസ്ഥയാവാം. അതായത് ആ ഡോക്യുമെന്ററിക്കാര് ഗാബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ വേറുള്ള ന്യൂസുകാർ ഇതിൽ ആകർഷിതരാകുകയും കൂടുതൽ ഇതിനെക്കുറിച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കിയിടുകയും ഇതും ലൈഫ് എക്സ്പെക്ടൻസിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കൊണ്ടുവരികയും ചെയ്ത് അതിനെ കൂടുതൽ ഹൈപ്പ് കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടായത്. അല്ലായിരുന്നെങ്കിൽ അത് പിന്നെയും വരേണ്ടതായിരുന്നു. പിന്നെയും അതിനെക്കുറിച്ചുള്ള ഓരോരോ വിശകലനങ്ങളും അതിന്റെ ഡാറ്റയും വരേണ്ടതായിരുന്നു. ഞാനപ്പോൾ ജെമിനിയോട് ചോദിച്ചു. ജെമിനിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലപ്പോൾ അവർ പ്രൈവറ്റ് ആയിട്ട് വെച്ചേക്കാം, അങ്ങനെയുള്ള പ്രൈവസി ആയിട്ട് വെച്ചേക്കാം ഈ റിസർച്ചുകൾ എന്നാണ്. പക്ഷെ ഇതിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഗാബിയുടെ ഫോട്ടോ എനിക്ക് ലഭിച്ചു, 2022-ലെ അവരുടെ ഫാമിലി ഫോട്ടോ ലഭിച്ചു. ഇതിൽ നിന്നൊക്കെ എനിക്ക് അവലോകനം ചെയ്ത് കിട്ടിയപ്പോൾ മനസ്സിലാക്കാനാവുന്ന കാര്യമാണ് ഗാബിയുടെ മുടി. 9 വയസ്സുള്ള കാര്യം നോക്കുകയാണെങ്കിൽ 9 വയസ്സുള്ള ഗാബിയുടെ മുടി 9 വയസ്സുള്ള ഒരു കൊച്ചിന്റെ മുടി പോലെ തന്നെയാണ്. ശാരീരികമായി ബാക്കിയുള്ളതൊക്കെ മുഴുവൻ ചെറിയ ഒരു നവജാത ശിശുവിന്റെ പോലെ ആണെങ്കിൽ കൂടിയും. ഇനി ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏകദേശം നവജാത ശിശുവെ പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ മുടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മുടിയും 18 വയസ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 16 വയസ്സ് പറയുന്നുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ ഇത്രയും നാളായിട്ടും ഈ കൊച്ചിനെ പോലെ തന്നെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യമൊക്കെ നോക്കാൻ നേരത്ത് ഇത് മറ്റേതുമായിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതേ കണ്ടീഷനുള്ള നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളാരും അധികം നാൾ സർവൈവ് ചെയ്തിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടി 20 വയസ്സിൽ മരിച്ചു, വേറെ ഒരു 30 വയസ്സിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ഞാനിവിടെ ഈ പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്, എനിക്ക് മനസ്സിലായ കാര്യം മാത്രമാണ്. ഇപ്പോൾ ഈ സ്റ്റഡിയിൽ, അതായത് ഇത്തരം കുട്ടികളെ വെച്ചുള്ള സ്റ്റഡി വെച്ച് ചിലപ്പോൾ ജീവിതദൈർഘ്യം കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടാവാം. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഡാറ്റ കുറവാണ്. ഇനി വരുന്ന കാലങ്ങളിൽ വിപുലമാവുകയാണെങ്കിൽ, തരംഗമാവുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അടുത്ത വീഡിയോയുമായി പിന്നെയും കാണാം. ദേ പോയി ദാ വന്നു.